കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 18-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. ദൈവമക്കളായ നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെടേണ്ട അനുഗ്രഹീത ഒരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഓരോ ദൈവമക്കളും പല രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? പല പ്രാർത്ഥനകൾ, ചില മണിക്കൂറുകൾ, ദിവസങ്ങൾ ഉപവസിച്ച് 21 ദിവസമോ 40 ദിവസം, 7 ദിവസം, 3 ദിവസം, 1 ദിവസമൊക്കെ പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന തലങ്ങൾ പലതുമുണ്ട് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയും ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നതാണ് ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒരു അഭിമാനമായ ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല, ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണം. ഒന്ന്, ഇനി ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുന്ന ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതം ദൈവപ്രസാദമുള്ളതായിരിക്കണം. ബൈബിൾ പറയുന്നു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. മീൻസ് പാപിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് വന്നിട്ട് പാപം ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഉള്ളവരുടെ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്യത്തില്ല, കേൾക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ഇവിടെ ദാവീദ് ദൈവ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ എൻ്റെ അപേക്ഷ കേട്ടു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അപേക്ഷ സ്വീകരിപ്പാൻ തക്കവണ്ണം. ഇവിടെ ലോകത്തിൽ ഒരു ഓഫീസിൽ നമ്മൾ പോയി ആപ്ലിക്കേഷൻ ഇടുമ്പോൾ അതാത് വിഷയങ്ങളല്ലേ, ഇപ്പം നമുക്ക് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റിൽ തന്നെ എന്തെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ്സ്, അല്ലെങ്കിൽ കടൽക്കരയുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ, റവന്യൂ വകുപ്പ്, പോലീസ് വകുപ്പ്, അതുപോലെ യുവജന വകുപ്പ്, വനിതാ വകുപ്പ്, വനിതാ ശിശുക്ഷേമ വകുപ്പ് എന്നൊക്കെ പറഞ്ഞ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്കാണ്. ഓരോ വിഷയത്തെ സംബന്ധിച്ചും കംപ്ലൈൻറ്റുകൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് അല്ലേ? എന്നതുപോലെ നമ്മുടെ പ്രാർത്ഥനകളല്ലേ എവിടെ ചെല്ലുന്നത്? ദൈവസന്നിധിയിലേക്ക് അത് എത്തും. അവിടെ പറയുന്ന വാക്കതാണ്, ഞാൻ നിലവിളിച്ചു, യഹോവയോട് അപേക്ഷിച്ചു. സ്തോത്രം, ആ അപേക്ഷ കേട്ടു, ദൈവം കേട്ടു. അടുത്ത് പറയുന്ന വാചകമാണ് സ്തോത്രം, തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. ദൈവത്തിൻ്റെ ചെവിയിൽ പ്രാർത്ഥന എത്തിയാൽ അതിനർത്ഥം അതിൻ്റെ മറുപടി നിൻ്റെ അടുക്കൽ വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഒരുപക്ഷെ വരുന്നതിന് താമസം നേരിട്ടെന്നിരിക്കാം, സ്തോത്രം, അല്ലെങ്കിൽ അതിൻ്റെ മറുപടിക്കായിട്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആപ്റ്റായ സമയത്ത് നമുക്ക് എപ്പോഴാണോ അത് വെളിപ്പെടേണ്ടത്, എപ്പോഴാണ് ആ അനുഗ്രഹം നമ്മളിലേക്ക് നൽകപ്പെടേണ്ടത്, ആ സമയത്ത് ആ അനുഗ്രഹം നമ്മളിലെത്തിയിരിക്കും. അതുകൊണ്ട് തിരുമുൻപിൽ കഴിക്കുന്ന പ്രാർത്ഥന യഹോവയുടെ ചെവിയിലെത്തും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ അതൊരു അനുഗ്രഹമായി തന്നെ ഭവിപ്പാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് ദൈവസന്നിധിയിലെത്തും വരെ, ദൈവത്തിൻ്റെ ചെവിയിലേക്ക് ആ പ്രാർത്ഥനാ വിഷയം എത്തും വരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവിൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടും. പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിറകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കണം. ഈ മെസ്സേജ് അനേകായിരങ്ങൾക്ക് പ്രയോജനമാകുവാൻ സ്വർഗമിടവരുത്തിയാണ്. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.